നിനക്ക് അവനെ അറിയോ? ഇതാണ് മജുൻ. ആരാ സുരേന്ദ്ര ഇത്? ഗൗരിയുടെ ഫ്രണ്ട് ലാലു. എന്റെ ഫ്രണ്ടാ? ഏത് ലാലു? ഡാ, നിന്നോട് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? വീട് അറിഞ്ഞൂടാ, വഴി അറിഞ്ഞൂടാ എന്നുള്ളത്. നീ ഞങ്ങളെ തമ്മ പിരിക്കാൻ നോക്കിയതല്ലേ? ഈ മഹാനുള്ള വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു. താങ്ക് യു ഏട്ടാ. മോളെ വാ, നമുക്ക് പോവാ. എങ്ങോട്ട് പോവാന്ന്? എന്താ മോളു ഇങ്ങനെയൊക്കെ? ഞാൻ നിനക്ക് വേണ്ടി പണിത പ്രണയത്തിന്റെ താജ്മഹലിലേക്ക് വാ മോളെ. ഞാൻ എങ്ങോട്ടും വരണില്ല, എനിക്കാണോന്ന് അറിഞ്ഞൂടാ. ഒന്ന് പറയട്ടാ. ഗൗരി, ഇത് ഏതാ? അമ്മ എനിക്ക് അറിഞ്ഞൂടാ അമ്മ. മൂമ്മ വിഷമിക്കല്ലേ, തകരല്ലേ അമ്മായി. എനിക്കിനി പിടിച്ചേക്കാൻ പറ്റൂല. ഞാൻ എല്ലാ കാര്യവും അമ്മൂമ്മ അടുത്ത് പറയുമ്പോ അമ്മൂമ്മ ഇതുണ്ടല്ലോ, ഇത് ഗൗരി അമ്മയുടെ ബോയ് ഫ്രണ്ടാ. അയ്യോ അമ്മ, എനിക്ക് അറിഞ്ഞൂടാ അമ്മ. ബോയ് ഫ്രണ്ടാ? ആ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാ. എന്തോന്ന് പറഞ്ഞെന്ന്? ആര് പറഞ്ഞെന്ന്? എനിക്ക് ആളൊന്നും അറിയാൻ പാടില്ല. അയ്യോ, അറിയാൻ പാടില്ല, മിണ്ടായി എന്നാ പറയണ്ട. ലാലു ചേട്ടാ, നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അമ്മായിനെ കാണുന്നത്? ഹൈദരാബാദിൽ വെച്ച്. ലൈല മോളു, ഹൈദരാബാദിന്റെ തെരുവുകളിൽ നമ്മൾ പ്രണയിച്ച് കലഹിച്ച് നടന്നൊക്കെ മറന്നുപോയോ എന്റെ ലൈല മോളു? അമ്മായി ഹൈദരാബാദ് പോയിട്ടില്ലേ? ഹൈദരാബാദ് ഞാൻ പോയിട്ടുണ്ട്. കണ്ടായത് കേട്ടാ? എടാ, ഹൈദരാബാദ് പോയിട്ടുണ്ടെന്ന് ഇയാൾ അറിയണമെന്നുണ്ടോ? എന്റെ പൊന്നുമോളെ, ഏട്ടനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ എന്നെ വെറുതെ പറ്റിച്ചാലേ. ഭൂമി കുലുങ്ങിയാലും ലൈല കുലുങ്ങില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോ അമ്മായി ഒന്ന് പറ അമ്മായി. അമ്മുമ്മേ, ഇവര് രണ്ടുപേരുണ്ടല്ലോ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാ. ആ ചേട്ടൻ വന്നത് എന്തിനാണെന്നറിയോ? അമ്മായിനെ കൂട്ടിക്കൊണ്ടുപോവാൻ. ലക്ഷ്യം ഞാൻ വല്ലതും വിളിച്ച് പറയാം, ആവശ്യമില്ലാതെ പറഞ്ഞേനെ. അമ്മായിയുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിച്ചോ. കുട്ടുമാമനെ ഞങ്ങൾ വേറെ കെട്ടിച്ചു വിട്ടോളാം. ഗൗരി, നീ എന്റെ മോനെ ചതിച്ചല്ലോടി. വഴക്കുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ നിന്നെ മോളെ പോലല്ലോടി കണ്ടത്. അമ്മേനെ എന്തോ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ അമ്മയാളെ. ഗൗരി, നീ ഇപ്പടി പണ്ടുവേന്നെ ഞാൻ എതിർപ്പറക്കവേ ഇല്ല ഗൗരി. എന്റെ പൊന്നെ കനകേച്ച് ഒന്നും മിണ്ടാതിരിക്കോ. ഇയാൾക്ക് എന്തോ വേണം? അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കില്ലല്ലോ? നാട്ടുകാർ മാത്രം നോക്കും. കേശു, ഞാൻ ചാവും. സത്യം അണ്ണ, നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കണം? നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിച്ചു നോക്കിയാ? ഫോട്ടോയാ? ഏത് ഫോട്ടോ? ഏത് ഫോട്ടോ? ഇങ്ങനെ പോസ് ചെയ്യാതിരിക്കണ ഫോട്ടോ ഉണ്ട് കാണിച്ചോളത്. കണ്ടാ ഇളയമ്മ ഒന്ന് പറയളേമ്മേ. മോളു, എടാ എടാ എടാ, ഇത് ഞാൻ ബ്യൂട്ടി പാർലർ പോയി തിരിച്ചു വന്നപ്പോഴെ ഫോട്ടോ. എന്റെ ചേട്ടന ക്ഷമിക്കണം. ചേട്ടനെ ഹൈദരാബാദേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് അവളൊരു പ്രണയത്തിലായി. ഇപ്പോൾ ഒരു 3 മാസമായി ബ്രേക്കപ്പ് ആയി. അതിന്റെ ഷോക്കാ. ഇപ്പൊ എവിടുന്ന് മജുനു അവിടെ ഉണ്ട്. ഇപ്പൊ എവിടുന്ന് പെൺകുട്ടികളെ കണ്ടാലും ഫോട്ടോ എടുക്കും. എന്നിട്ടേ അവരുടെ പുറകെ പോകാറ പരിപാടി. അപ്പൊ ഞാനിപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് ഒന്ന് കയ്യിൽ നിന്ന് മിസ്സായി. ചന്ദ്രിക ജംഗ്ഷനിലുണ്ട്. ക്ഷമിക്കണം. നീ സൂക്ഷിച്ചാ കൊണ്ടുപോകണം കേട്ടാ. തീർച്ചയായും പോവാം. പോവാം. സോറി. ഒരു നിമിഷം അങ്ങ് വല്ലാതായിപ്പോയി. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഒന്ന് ചിരിച്ചേ. ചേട്ടാ, ഈ കുട്ടി അറിയോ? ഷാജഹാനും മുംതാസുമായിട്ട് ഞങ്ങൾ ഒരുപാട് കാലം പ്രണയത്തിലായിരുന്നു. ഒന്ന് വഴി പറഞ്ഞുതരൂ പ്ലീസ്. വഴി ഞാൻ പറഞ്ഞുതരാം. വാ, പുള്ളി പറഞ്ഞു വാ, അവിടെ ഉണ്ട്. ഈ വഴിയാണെന്നാ പറഞ്ഞത്. സമാധാനമായല്ലോ, എല്ലാവർക്കും ഇപ്പൊ സമാധാനമായല്ലോ. എനിക്ക് നേരെ ആദ്യം കണ്ടപ്പോഴേ തോന്നിയതാണ് ചെറിയൊരു പ്രശ്നമുള്ള ആളാണെന്ന്. നിനക്ക് ആദ്യം കണ്ടപ്പോ തന്നെ തോന്നിയില്ലേ? എനിക്ക് സംസാരം കേട്ടപ്പോ തന്നെ മനസ്സിലായി. ചിറ്റപ്പഴ തോന്നിയില്ലേ ചിറ്റപ്പ? അല്ല, എനിക്ക് ആദ്യമേ പിടി കിട്ടി. അതുകൊണ്ടല്ലേ ഞാൻ ഒന്ന് മിണ്ടാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സംശയമല്ലേ? ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. ഇങ്ങൊന്നേ പറയട്ടെ. ഈ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ സംശയിച്ചത്. ഇനി തള്ളുമ്പോഴേ സൂക്ഷിച്ചും കണ്ടൊക്കെ തള്ളുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. കോളേജിൽ ആരായിരുന്നു എന്നാ പറഞ്ഞ്? അത് ഞാൻ ഇനി മാറ്റി പറയൂല. അത് ഞാൻ പറഞ്ഞ സത്യമാണ്. എന്ത്
ബ്യൂട്ടി ക്യൂട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.